രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൂടുതൽ ടൈം പോകുന്നത് ഇവിടെയാണ് കേട്ടോ. ഇന്ന് ഏത് ഡ്രസ്സ് ഇടും, ഇതിടണോ അതിടണോ. അത് പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോഴും അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു ഡ്രസ്സ് ഇട്ടായിരിക്കും വീണ്ടും അത് മാറ്റും, വേറെ ഇടും. ഇതിനായിരുന്നു നമ്മുടെ അടുത്ത് എനിക്ക് എപ്പോഴും വഴക്ക് കേൾക്കുന്നത്. സ്കൂളിലായിരുന്നപ്പോൾ പിന്നെ യൂണിഫോം ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്തോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സമയം പോകുന്നത് ദേ മുടിയെട്ടലിലാണ് കേട്ടോ. ആകെ കുറച്ച് മുടിയുള്ളെങ്കിലും അന്നും ഇന്നും ഈ മുടിയെട്ടലിലാണ് എൻ്റെ സമയം പോകുന്നത്. അഴിച്ചും മാറ്റിയും വീണ്ടും അഴിക്കുക, വീണ്ടും കെട്ടുക, ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി. ഇതിനും നമ്മുടെ ആയിരുന്നു ഒരുപാട് അടി കിട്ടുമായിരുന്നു കേട്ടോ. കയ്യിലിരിക്കുന്ന ചീപ്പ് വെച്ചിട്ട് തന്നെ ആയിരിക്കും അടിക്കുന്നുണ്ടായിരിക്കുക. മുടി കെട്ടുന്നതിനും ഡ്രസ്സ് മാറ്റി മാറ്റി ഇടുന്നതിനും വേണ്ടിയിട്ട് സമയം കളഞ്ഞ് ഞാനൊന്നും കഴിക്കാതെ രാവിലെ പോകും. ഇതായിരുന്നു നമ്മുടെ വലിയ പരാതി. അതിനുള്ള ദേഷ്യമായിരിക്കും അടിയായിട്ടൊക്കെ തരുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെ പോയാലും ജോലി സ്ഥലത്തായാലും പഠിക്കുമ്പോഴായാലും അവിടെ ലേറ്റായി എത്താറില്ല കേട്ടോ. എന്തായാലും നേരത്തെ എത്താറുള്ളൂ, അല്ലെങ്കിൽ കൃത്യസമയത്തായാലും ഞാൻ എത്താറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇറങ്ങുമ്പോൾ ജാക്കറ്റൊക്കെ ആയി തണുത്തിട്ടിട്ട് പോകും. പക്ഷെ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി പിന്നെ അതൊരു ബാധ്യതയാണ് കേട്ടോ. പിന്നെ അത് കയ്യിലായിരിക്കും ആ ജാക്കറ്റ്. ഇവിടെ ഈ പറഞ്ഞ പോലെ മിന്നാമിനുങ്ങ് പോലെയാണ് തണുപ്പും ചൂടും വെയിലൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കണക്കുകൂട്ടലുകളൊക്കെ കഴിഞ്ഞ് ഈ മാത്സ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ. അത് പഠിപ്പിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. എന്തോ മാത്സ് ഇഷ്ടപ്പെട്ട് പഠിച്ചതല്ല, മാത്സ് എന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റ് സബ്ജക്റ്റിനേക്കാളും എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്സിലായിരുന്നു. അതുകൊണ്ട് മാത്സിനോടൊരു ഇഷ്ടം കൂടിയതാണ്. എനിക്കും പഠിച്ചാൽ നന്നായി പഠിയും എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ഒരു കാർ ലെസണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പോവാണ് കേട്ടോ അവിടെ കുട്ടികളുടെ കൂടെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ ദിവസം സ്കൂളിലെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇതിൽ കാണുന്ന പോലെ സ്കൂൾ വിട്ട് വേഗം ഓടി വീട്ടിലേക്ക് പോകലല്ല കേട്ടോ എൻ്റെ പതിവുള്ളത്. സ്കൂൾ വിട്ട് 4 മണിക്കാണെങ്കിലും പതിയെ ട്രെയിനൊക്കെ എടുത്ത് ബസ്സൊക്കെ എടുത്താണ് കേട്ടോ വീട്ടിൽ പോകാറുള്ളത്. ഇന്ന് എന്തോ അങ്ങനെ വേഗം പോകണമെന്ന് തോന്നി. പക്ഷെ പോയപ്പോൾ കണ്ടത് ഒരു സർപ്രൈസായിട്ട് ഏട്ടൻ വന്നതാണ് കേട്ടോ സ്റ്റേഷനിൽ. വന്നിട്ട് എന്നെ കൊണ്ടുപോയത് നേരെ നമ്മുടെ ലണ്ടനിലെ ജോയൽക്കേഴ്സിലാണ് കേട്ടോ. എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരാനാണ് പറഞ്ഞത്. എന്താ വാങ്ങി തരുന്നത് എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ.